Aiva Silks, Kasargod, Kaningad, Mangalore. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഔദ്യോഗിക പേജ് ഫേസ്ബുക്ക് നിയമം ലംഘിച്ചതായി റിപ്പോർട്ട്. ഫേസ്ബുക്ക് ചാറ്റ് ബോട്ടിലൂടെ വംശീയ വിദ്വേഷം പരത്തുന്ന പരാമർശമാണ് നെതന്യാഹുവിന്റെ ഔദ്യോഗിക പേജിൽ നിന്നും പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഫേസ്ബുക്ക് നെതന്യാഹുവിന്റെ ചാറ്റ് ബോട്ട് സസ്പെൻഡ് ചെയ്തത്. അറബികൾ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, നമ്മുടെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും അവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് തുടങ്ങുന്ന ചാറ്റ് ബോട്ട് സന്ദേശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. നെതന്യാഹുവിന്റെ പേജ് ഉപയോഗം നിരീക്ഷിച്ചതിനെ തുടർന്ന് പലവിധത്തിൽ ദുരുപയോഗം നടന്നതായി ഫേസ്ബുക്ക് കണ്ടെത്തി. ഇതേ തുടർന്നാണ് 24 മണിക്കൂർ സമയത്തേക്ക് ഫേസ്ബുക്ക് പേജിന്റെ ചാറ്റ് ബോട്ട് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ ചാറ്റ് ബോട്ടിന് മാത്രമായിരിക്കും. നെതന്യാഹുവിന്റെ ഫേസ്ബുക്ക് പേജിനെ ഈ സസ്പെൻഷൻ ബാധിക്കില്ല. വളരെ ശ്രദ്ധാപൂർവം നടന്ന നിരീക്ഷണത്തിൽ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ നയത്തിന്റെ ലംഘനം കണ്ടെത്തിയെന്ന് ഫേസ്ബുക്ക് അറിയിച്ചു. എന്നാൽ തന്റെ പേജ് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരിൽ ആരോ ആണ് ഈ സന്ദേശം ചാറ്റ് ബോട്ടിലൂടെ പ്രചരിപ്പിച്ചതെന്നും ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഇത് നീക്കം ചെയ്തിരുന്നുവെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. തന്റെ പേജിൽ വരുന്ന സകലതും താൻ എഴുതുന്നതല്ല എന്നും താനല്ല വംശീയ വിദ്വേഷ പരാമർശം ചാറ്റ് ബോട്ടിലൂടെ കൈമാറിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഫേസ്ബുക്ക് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നതിനിടയിലുണ്ടായ സംഭവം തിരഞ്ഞെടുപ്പിനെ ഒരു കാരണവശാലും പ്രതികൂലമായി ബാധിക്കില്ല എന്ന് പാർട്ടി വക്താവും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.